നമസ്കാരം. ബേബി വിറ്റ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇത് ലിറ്റിൽ സ്കോളർ എന്ന പരിപാടിയുടെ അവസാന ഘട്ടമാണ്. മത്സരങ്ങൾക്കെല്ലാം ശേഷമുള്ള അവസാന ഘട്ടം, വിധി പ്രഖ്യാപിക്കുന്ന ദിവസം. ഇവിടെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ഉണ്ട്. സ്നിഗ്ധയുണ്ട്, ഷഹസാദുണ്ട്, ഹരിനാരായണനുണ്ട്, അശ്വിനുണ്ട്, അനന്തു ഉണ്ട്, അനന്തകൃഷ്ണൻ അനന്തു ഉണ്ട്, അർജുനുണ്ട്, ഫർസാനയുണ്ട്, ആൻഡ് യൂസഫ് സബ ഈസ് ദർ. ഓൾറൈറ്റ്. ഇന്ന് മത്സരങ്ങളില്ല, ഒരു മത്സരവുമില്ല, ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല, കഥകളില്ല, മാജിക്കില്ല, ഒന്നുമില്ല. ഇന്ന് നമ്മുടെ ആഘോഷത്തിൻ്റെ ദിവസമാണ്, നമ്മുടെ ദിവസമാണ് അല്ലേ? പക്ഷേ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങളോടുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുന്നതോടുകൂടി, ഈ അവസാന ഘട്ടം കഴിയുന്നതോടുകൂടി നമ്മൾ യാത്രയാവുന്നു അല്ലേ? സൂക്ഷിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ, എൻ്റെ അലമാരയിൽ സൂക്ഷിക്കാൻ നിങ്ങളുടെ ഒരു കയ്യൊപ്പ് എനിക്ക് വേണം. ഒരു ഫോട്ടോ ഫ്രെയിം എൻ്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോ ഫ്രെയിമിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വൈറ്റ് പേപ്പറുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ലിറ്റിൽ സ്കോളർ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ. മറുഭാഗത്ത് വൈറ്റ് പേപ്പറാണ്. ഈ വൈറ്റ് പേപ്പറിനകത്ത് നിങ്ങളുടെ സിഗ്നേച്ചറാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഇവിടെ വരുന്നു. സോ സ്നിഗ്ധ, പുട്ട് യുവർ സിഗ്നേച്ചർ. ഒരു ഭാഗത്ത് നമ്മുടെ പരിപാടിയുടെ പേര് ലിറ്റിൽ സ്കോളർ, മറുഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ സിഗ്നേച്ചർ ഓർത്തിരിക്കുക എന്നുള്ളത് അല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ 8 പേരുടെ ഒരു പാടെടുക്കാൻ പോവാണ്. എടുത്തോട്ടെ, ക്ലിക്ക് ചെയ്യട്ടെ. സോ ലുക്ക് ഹിയർ, ദാറ്റ്സ് ഇറ്റ്. സോ ഹിയർ യുവർ ഫോട്ടോ ഈസ് ഹിയർ. ഓൾറൈറ്റ്. സോ ഈ പടങ്ങൾ അങ്കിളുടെ അലമാരയിൽ എപ്പോഴും ഉണ്ടാവും. അതിലപ്പുറം അങ്കിളുടെ ഹൃദയത്തിൽ എപ്പോഴും ഇതുപോലെ സൂക്ഷിക്കും കേട്ടോ. ഇനി നിങ്ങളുടെ അലമാരയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്കിൾ ഒരു സാധനം തരാം കേട്ടോ. ഇന്ന് നമ്മൾ പിരിയുന്നതിന് മുമ്പായി ഇത് ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എന്ന് പറയുന്ന മാജിക് അങ്കിളുടെ ഒരു ബുക്കാണ്. നിലമ്പൂരിൽ നിന്നും 5 വയസ്സ് മുതൽ എൻ്റെ ഓർമ്മയിലുള്ള മാന്ത്രിക യാത്രയിലെ കഷ്ടതകളും ഒരുപാട് കഷ്ടപ്പെട്ട അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച ഒരു ഓർമ്മ പുസ്തകമാണ്. അപ്പോൾ അത് നിങ്ങൾക്കുള്ള പുസ്തകം. ഇനി നമ്മുടെ എപ്പിസോഡിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഒഴിഞ്ഞു കിടക്കുന്ന സോഫ അല്ലേ? ആ സോഫയിലേക്ക് വിശിഷ്ട അതിഥികളൊക്കെ വരാനുണ്ട്. ആ അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അതിഥി എന്നും കുട്ടികളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരുപാട് സ്നേഹിക്കുന്ന, കുട്ടികൾക്ക് കഥകളിലൂടെയും കുഞ്ഞു പാട്ടുകളിലൂടെയും ഒക്കെ ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, മലയാളത്തിൻ്റെ മുഴുവൻ പ്രിയപ്പെട്ട സിപ്പി പള്ളിപ്പുറം. അദ്ദേഹത്തെ വിളിക്കാൻ നമുക്ക്. നമസ്കാരം. എൻ്റെ കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ കുറേ ദിവസം കുറേ എപ്പിസോഡുകളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടുകയായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയും. പക്ഷേ ഒരു കാര്യം പറയാം, അപാര കഴിവുകളുള്ള കുട്ടികളാണ്. സാറിന് എന്തെങ്കിലും അവരോട് സംസാരിക്കാം, കുഞ്ഞുങ്ങളോട്? ഈ പരിപാടി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഇത് വെറുതെ രസിക്കാനുള്ളൊരു പരിപാടിയല്ല. മജീഷ്യൻ മുതുകാടാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിലും വെറുതെ മാന്ത്രിക ചെപ്പടി വിദ്യകൾ കാട്ടി കുട്ടികളെ രസിപ്പിക്കുക എന്നതല്ല, അറിവിൻ്റെ അത്ഭുത പ്രപഞ്ചത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളെല്ലാം പലതരത്തിലുള്ള അറിവുള്ള കുട്ടികളാണ്. ഞങ്ങളും അറിവിൻ്റെ ലോകത്തിലൂടെ പതുക്കെ കടന്നു വന്ന ആളുകളാണ്. പക്ഷെ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് വായന വളരെ കുറഞ്ഞു വരുന്ന ഒരു ഘട്ടമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന കാലത്തും ക്വിസ് പ്രോഗ്രാം ഇല്ല. അതാണ്, അന്ന് ക്വിസ് പ്രോഗ്രാം വന്നിട്ടില്ല. അന്ന് പൊതുവിജ്ഞാന പരീക്ഷ, ഓരോ മത്സരം നടക്കുന്ന സമയത്ത് എനിക്ക് ഓരോ 3-4 വലിയ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ രംഗത്ത്. പൊതുവിജ്ഞാനം. അപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ക്ലൂ ഒന്നും കൊടുക്കുന്ന പതിവില്ല. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ അത് ശരിയാവും. അങ്ങനെ ഏറ്റവും കൂടുതൽ ശരിയായ ഉത്തരം നൽകുന്നവർക്കാണ് അന്ന് സമ്മാനം. പൊതുവിജ്ഞാന പരീക്ഷയിൽ സമ്മാനം കിട്ടിയിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ശരിക്കും ഈ ക്വിസ് പ്രോഗ്രാം കൊണ്ടുവന്നത്. അവർ 1000 ക്വിസ് എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ അച്ചടിച്ച് സാധാരണ കുട്ടികളുടെ ഇടയിലൊക്കെ വിതരണം ചെയ്ത് ക്വിസ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങിയതും ക്വിസ് എന്നുള്ള വാക്ക് തന്നെ അതോടുകൂടിയാണ് വന്നത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം.
സിപ്പി സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിപ്പി സാറിൻ്റെ പ്ലീസ് ഹാവ് യുവർ സീറ്റ്. സോ സിപ്പി സാറിൻ്റെ മനോഹരമായ വാക്കുകൾ, നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന മനോഹരമായ വാക്കുകൾ അല്ലേ? കഥകളിലൂടെ നമ്മളോട് മനോഹരമായിട്ട് പറയുന്ന സിപ്പി സാർ ഇനി വരികളെഴുതി മനോഹരമായ കവിതകളിലൂടെ, മനോഹരമായ പാട്ടിലൂടെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന മനോഹരമായ വരികൾ നമ്മുടെ മലയാള മണ്ണിന് സമ്മാനിച്ച ഒരു മഹാവ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചോട്ടിൽ നിന്നും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷിബു ചക്രവർത്തി. നമസ്കാരം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് ഈ അവസരം ഒരുക്കിയത് അദ്ദേഹമാണ്. കാരണം മീഡിയ വണ്ണിൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രാമിൻ്റെ ഹെഡ് കൂടിയാണ് അദ്ദേഹം. ശിവസാറിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ഊർജ്ജസ്വലരായ കുട്ടികൾ, എല്ലാം അറിയുന്ന കുട്ടികൾ. ഞാനിപ്പോൾ ഇവരെ പറ്റിയോ നിങ്ങളെ പറ്റിയോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. ഷൂട്ടിംഗ് തുടങ്ങി, ടെലികാസ്റ്റ് തുടങ്ങി, ഓരോ വന്നു പോകുന്ന കുട്ടികൾ, നിങ്ങൾ പറയുന്ന ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ പറയുന്ന ഉത്തരവും എല്ലാം കാണുന്നതാണ്. ഇതിനുള്ള നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിസ് പ്രോഗ്രാംസ് മലയാളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവരെയും രസിപ്പിക്കാൻ സാധിക്കുന്ന, എന്നാൽ അതിലൂടെ അല്പം അറിവ് കൊടുക്കാൻ പറ്റുന്ന, നിങ്ങളൊരു ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം കിട്ടുന്നത് എത്രയോ കോടികൾ വരുന്ന മനുഷ്യർക്കാണ്. ഇദ്ദേഹം പറയുന്ന ഒരു കഥ നിങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, നിങ്ങളുടെ പോലെയുള്ള എത്രയോ കുട്ടികൾ ലോകം മുഴുവൻ ഇരുന്ന് കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ചാനലിൻ്റെ ഉദ്ദേശം, എന്തിനൊരു ചാനൽ തുടങ്ങണം എന്നാലോചിച്ച ആദ്യത്തെ ഉദ്ദേശങ്ങളിൽ പെടുന്നതാണ് ഈ വിനോദത്തിനൊപ്പം വിജ്ഞാനവും നൽകാൻ സാധിക്കുക എന്നുള്ളത്. അത് ഏറ്റവും നന്നായിട്ട് നിങ്ങളുൾപ്പെടെയുള്ള നിങ്ങളുടെ കൂടെ അത് വളരെ നന്നായിട്ട് ഒരു അവസ്ഥയിലെത്തി എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം കിട്ടുന്ന. കാരണം നമ്മളുടെ പ്രോഗ്രാം കാണുന്ന മനുഷ്യർ എത്രയാണെന്നുള്ളതിന് ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് നമ്മളുടെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുന്ന കുറേ മനുഷ്യരുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. എന്ന് പറഞ്ഞാൽ ഇത്രയും മനുഷ്യരിലേക്ക് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ രൂപവും ഇവിടെ പറയുന്ന കഥകളും ഇവിടെ കാണിക്കുന്ന മാജിക്കും ഇത്രയും മനുഷ്യരിലേക്ക് പോയിട്ടുണ്ട്. അതിലൂടെ കുറേ അറിവുകളും അത് തന്നെയാണ് ചാനൽ ഉദ്ദേശിച്ചതും. അതിൻ്റെ അകത്ത് എനിക്ക് അങ്ങേറ്റ അഭിമാനമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചാനലിൽ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം നമുക്കുണ്ടാക്കാൻ സാധിച്ചു, നിങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടെ. ഒന്ന് അറിഞ്ഞില്ല എന്നുള്ളത് അത് അത്ര വലിയ തെറ്റൊന്നുമല്ല. കാരണം ഒന്ന് അറിയുന്നത് വരെയും അതിൻ്റെ മുൻപുള്ള അവസ്ഥ അത് തന്നെയല്ലേ അല്ലേ? അപ്പം ഒന്ന് അറിഞ്ഞില്ല എന്നുള്ളതിൽ അത്ര വിഷമമൊന്നും വേണ്ട. ഇപ്പോൾ കിട്ടിയ അറിവുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. പുതിയ അറിവുകൾ തേടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്. സോ നൈസ്, സോ നൈസ് വേർഡ്സ്. താങ്ക് യു വെരി മച്ച്. സോ ഇനി നിങ്ങൾക്ക് പറയണ്ടേ കുറച്ച് കാര്യങ്ങൾ? റെഡിയാണല്ലോ? അപ്പോൾ അങ്കിളും അവിടെ ഇരിക്കാൻ പോവാണ്, അങ്കിൾ അവിടെ ഇരുന്ന് കേൾക്കാൻ പോവാണ്. ഇതുവരെ അങ്കിൾ ഇവിടെയായിരുന്നു, ഇനി നിങ്ങളിവിടെ, ഞാൻ അവിടെ. ഓക്കെ? ഞങ്ങൾക്ക് ഒരു കുസൃതി കുടുക്കയുണ്ട്, സ്നിഗ്ധ കേട്ടോ. 7ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. നാദാപുരം ഗവൺമെൻറ് UP സ്കൂളാണ്. സ്നിഗ്ധ വാ, ഇങ്ങോട്ട് വാ. ഹലോ, ഞാൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്നിഗ്ധ. ഈ വേദിയിൽ നിൽക്കുക തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നാദാപുരം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ വളർന്ന് ഞാൻ ഈ വലിയ ഫ്ലോറിൽ എത്തുക എന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പിന്നെ അങ്കിളിൻ്റെ സാമീപ്യം അത് വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റില്ല. കൂടാതെ ഏറ്റവും വലിയ സമ്പത്തായ എൻ്റെ കൂട്ടുകാർ. ആദ്യം ഞാനിവിടെ വരുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ്
പേടിയൊക്കെ കുറച്ച് മാറി. പക്ഷെ ആദ്യത്തെ സാറിനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വരണ്ടോയി. പിന്നെ സാർ പറഞ്ഞു തന്ന ഓരോ കഥകൾ, അങ്കിൾ ഓരോ കാണിച്ചു തന്ന മാജിക്. സ്നിഗ്ധ, ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കട്ടെ. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയത് ഗവൺമെൻറ് നാദാപുരം ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടി. ഇപ്പോൾ എല്ലാ നക്ഷത്രങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് ഗവൺമെൻറ് UP സ്കൂളും അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അതേപോലെ സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് ഞങ്ങളൊക്കെ പൂർണ്ണബോധ്യം ഉണ്ടാകാൻ സ്നിഗ്ധയെ പോലുള്ള ആളുകൾ സഹായിക്കുന്നുണ്ട്. അതൊന്ന്. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. കവിതയുമായിട്ട് അടുപ്പമുണ്ടാ? കുട്ടി കവിതകളൊക്കെ ആയിട്ട് വായിക്കുന്ന സ്വഭാവം ഉണ്ടാ? ഉണ്ട്. ഉണ്ട്. പണ്ട് മുതലേ മുതുകാർ സാറും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ആ കവിത. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഒരു 100 കൊല്ലമായിട്ട്, ഏകദേശം ഒരു 100 കൊല്ലമായിട്ട് നമ്മുടെ ക്ലാസ് മുറികളിലും നമ്മുടെ കുട്ടികളുടെ ചുണ്ടിലും അധ്യാപകരുടെ ചുണ്ടിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലാസിക് കുട്ടിക്കവിതയാണ്. ഇതിൻ്റെ കർത്താവ് ആരാണെന്ന് സ്നിഗ്ധയ്ക്ക് അറിയാമോ? ഉള്ളൂർ. ഓഹോ, വളരെ സന്തോഷം. കാരണം ഞാനിത് ചില സദസ്സുകളിൽ ചെന്ന് ഇത് ചോദിച്ചിട്ട് കുട്ടികൾ ഒരു പിടിപാടും ഇല്ലാതെ ഒരു തിരിച്ചറിവുമില്ലാതെ ഇങ്ങനെ കൈമലർത്തി ഇരിക്കുന്നത് കണ്ട് 150 മിടുക്കന്മാരും മിടുക്കികളും പങ്കെടുത്ത ഒരു വേദിയിലും ഞാൻ ഈ ചോദ്യം ചോദിച്ചു. പക്ഷെ ഒരാളും പറഞ്ഞില്ല എന്നതാണ് സത്യം. അപ്പോൾ അവിടെയാണ് സ്നിഗ്ധയുടെ വിജയം അല്ലേ? നമ്മുടെ ലിറ്റിൽ സ്കോളറിന്റെ വിജയം അവിടെയാണ്. തീർച്ചയായിട്ടും. കാരണം ഈ മക്കള് ചില്ലറ മക്കളല്ല. എന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങളുടെ ശരവേഗം എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഉണ്ട്. ശരം പോലെ ചോദ്യം അങ്ങോട്ട് തൊടുത്ത് വിട്ടാൽ അപ്പം മറുപടി ഇങ്ങോട്ട് വരും. ഗംഭീരമാണ് സ്നിഗ്ധ. ഗുഡ്. വളരെ നന്ദി, വളരെ നന്ദി. ഇനി നമുക്ക് വേറൊരു താരമുണ്ട്. താരം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? സ്പോർട്സ് മേഖലയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, തുള്ളിച്ചാടും, അത്രയും താല്പര്യമാണ്. ഷഹസാദ്, come over here. എൻ്റെ പേര് മുഹമ്മദ് ഷഹസാദ്. ഞാൻ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. 2-3 വർഷം മുമ്പ് ഞാൻ CBSE സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത്. അപ്പോഴൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാനൊരു പൊട്ടക്കിണറ്റിലെ തവളയാണെന്ന്. അപ്പോഴൊന്നും ഇതുപോലൊരു വലിയൊരു വേദിയിൽ, ഇതുപോലൊരു വലിയ സാഹിത്യകാരന്മാരുടെ മുന്നിൽ ഇരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന്, അവരോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാജിക് അങ്കിളിനോട് എനിക്ക് വല്ലാത്തൊരു പിണക്കുണ്ട്. സാർ എന്നെ ആ പ്രിലിമിനറി ഘട്ടത്തിൽ സാർ എന്നോട് നോട്ട് കത്തിക്കാൻ പറഞ്ഞു. ഞാൻ നോട്ട് കത്തിച്ചു. ഇത്ര വലിയ GK ഉള്ള ഞാനായിട്ടും എനിക്കറിയില്ലായിരുന്നു നോട്ട് കത്തിച്ചിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സാർ കൈ ഒഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു. എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിച്ചു. അന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു നമുക്കല്ലേ? ഒരു കേസൊക്കെ കൊടുക്കാമായിരുന്നു നോട്ട് കത്തിച്ചു എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫൈനൽ പോയാനെ. പിന്നെ നമ്മുടെ കുട്ടിയല്ലേ, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട്സിനോടാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് 31 ഫ്രണ്ട്സ് ഉണ്ട് ഈ ലിറ്റിൽ സ്കോളറിൽ. ബാക്കിയുള്ള 31 പേരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരിൽ നിന്നൊക്കെ കടന്നു വന്നിട്ട് ഇപ്പോൾ 7 പേരായി ചുരുങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും ഞങ്ങളിവിടെ പല കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്യുകയും ഓരോരുത്തരുടെ തളർച്ചയിലും ഇടർച്ചയിലും വളർച്ചയിലും പ്രോത്സാഹിപ്പിക്കുകയും തളരുന്നവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള 7 പേര് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.